ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം 145. ലുത്തിനിയായെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനം 58. നമ്മൾ 54 വാഴ്ത്തുമൊഴികൾ, ലിറ്റനിയിലെ 54 ശീർഷകങ്ങൾ, മറിയത്തെക്കുറിച്ചുള്ള ശീർഷകങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങളത് കണ്ടു കാണും. ഒരു 100-150 പേരൊക്കെ കണ്ടിട്ടുള്ളൂ പലതും. പക്ഷെ എല്ലാം നമ്മൾ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യാഖ്യാനിച്ചത്. സഭയിൽ പാരമ്പര്യത്തിലേക്കോ അതിലേക്ക് നമുക്ക് പോകാമായിരുന്നു. പക്ഷെ അതിലേക്കൊന്നും പോകാതെ നമ്മൾ തിരുവചനത്തിൽ മറിയത്തെക്കുറിച്ച് എന്ത് പറയണം, അങ്ങനെ 54 വാഴ്ത്തുമൊഴികളാണ് നമ്മൾ കണ്ടത്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഈ 54 വാഴ്ത്തുമൊഴികളെ എങ്ങനെയാണ് വർഗീകരിച്ചിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്ന് കണ്ട് നമ്മൾ ലുത്തിനിയായെക്കുറിച്ചുള്ള ധ്യാനം ഇന്ന് പര്യവസാനിപ്പിക്കുകയാണ്. ഈ 54 വാഴ്ത്തുമൊഴികൾ അല്ലെങ്കിൽ മറിയത്തെക്കുറിച്ചുള്ള ശീർഷകങ്ങൾ അത് 6 ഗണമായിട്ട് തിരിക്കാം. 6 ഗണമായിട്ട്. ഒന്നാമത്തെ ഗണത്തിൽ 3 എണ്ണമാണ്. ഏറ്റവും ആദ്യത്തെ 3 എണ്ണം അത് മറിയത്തിൻ്റെ പുണ്യവും ഭാഗ്യവും അവതരിപ്പിക്കുന്നതാണ്. ആമുഖ വാഴ്ത്തുമൊഴികൾ എന്ന് പറയാം. ആദ്യത്തെ 3 എണ്ണം. ഒന്ന്, പരിശുദ്ധ മറിയമേ, മറിയത്തിൻ്റെ പുണ്യം, മറിയത്തിൻ്റെ പരിശുദ്ധി. 2, തെയോത്തോക്കോസ് എന്ന റോള് മറിയത്തിൻ്റെ, ദൈവപുത്രൻ്റെ പുണ്യജനനി, ദൈവപുത്രൻ്റെ മാതാവ് എന്ന് നമ്മൾ പറയും. അതായത് തെയോത്തോക്കോസ്, ദൈവമാതാവ് അല്ലെങ്കിൽ ദൈവവാഹക, ആ ഭാഗ്യം മറിയത്തിൻ്റെ, അതാണ് രണ്ടാമത്തത്. 3, നിത്യകന്യകയായിരിക്കാനുള്ള അവളുടെ വിളി, കന്യകളുടെ മകുടമായ നിർമ്മല കന്യക. ഈ 3 എണ്ണമാണ് ഏറ്റവും ആദ്യത്തെ ഗണത്തിൽ വരുന്നത്. അതായത് മറിയത്തിൻ്റെ പുണ്യവും ഭാഗ്യവും വിളിയും. ഇതാണ് ആദ്യത്തെ ഗണത്തിൽ. രണ്ടാമത്തെ ഗണത്തിൽ മാതാവ് എന്ന് മറിയത്തെ വിളിക്കുന്ന 14 വാഴ്ത്തുമൊഴികളാണ്. അമ്മ എന്ന നിലയിൽ മറിയം അമ്മയാണ്, നമ്മുടെ അമ്മയാണ്. കുരിശിൽ കിടക്കുമ്പോൾ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് യേശു സ്നേഹിച്ച എല്ലാ ശിഷ്യന്മാർക്കും അമ്മയായി നൽകിയതാണ് മറിയത്തെ. യേശുക്രിസ്തു തന്നെയാണ് അവളെ നമുക്ക് അമ്മയായി നൽകിയത്, യേശുക്രിസ്തു തന്നെ. അതുകൊണ്ട് യേശുക്രിസ്തു ഏക രക്ഷകനാണെന്നും ഏക മധ്യസ്ഥനാണെന്നും വിചാരിക്കുന്ന ആളുകൾ, ബൈബിള് തിരുവചനമാണെന്ന് അംഗീകരിക്കുന്ന ആളുകൾ ഈ വചനവും അംഗീകരിക്കണം. ഈ വചനം അംഗീകരിക്കാതെ യേശുക്രിസ്തുവിൻ്റെ ആളുകളാണെന്നും പറഞ്ഞ് നടന്നാൽ അവർ യേശുക്രിസ്തുവിൻ്റെ ആളുകളല്ല. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വചനങ്ങൾ അനുസരിക്കുകയും ഇഷ്ടപ്പെടാത്ത വചനങ്ങൾ അബോർട്ട് ചെയ്യുകയും ചെയ്യുന്നവർ, അത് ശരിയാണോ? ഗർഭത്തിലെ പെൺകുഞ്ഞാണെങ്കിൽ ഞാൻ നശിപ്പിച്ച് കളയും, ആൺകുഞ്ഞാണെങ്കിൽ വളർത്തും എന്നൊക്കെ തീരുമാനിക്കുന്നത് ഹിറ്റ്ലറിൻ്റെ നാസികൾ ചെയ്തതുപോലെയാണ്. എനിക്ക് ആവശ്യമില്ലാത്തവനെ എൻ്റെ ഈ ഭൂമുഖത്ത് ഞാൻ ഇല്ലാണ്ടാക്കും. ആ ഒരു നിലപാട് ഫാസിസ്റ്റ് നിലപാട് ശരിയാണോ? എനിക്ക് ഇഷ്ടമുള്ള വചനങ്ങൾ ഞാൻ സ്വീകരിക്കും, ഇഷ്ടമില്ലാത്തത് സ്വീകരിക്കില്ല. അതെന്തൊരു മര്യാദയാണ്? അതുകൊണ്ട് മറിയത്തെ യേശു സ്നേഹിച്ച ശിഷ്യനെ അമ്മയായിട്ട് കൊടുത്തതാണ്. യേശു സ്നേഹിച്ച ശിഷ്യന്മാരല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈവയ്ക്കുക. അപ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യന്മാരാണ് നമ്മളെല്ലാവരും. അന്ന് ചരിത്രപരമായിട്ട് യോഹന്നാൻ ആയിരിക്കാം, പക്ഷെ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ആ യോഹന്നാനിൽ എന്ന കഥാപാത്രത്തിൽ ഉണ്ടെന്നർത്ഥം. അങ്ങനെയുള്ളവർക്ക് അമ്മയായി നൽകിയതാണ് മറിയത്തെ. അങ്ങനെ മറിയം നമ്മുടെ അമ്മയാണ്. പലതരത്തിൽ അവൾക്ക് മാതൃത്വമുണ്ട്. അത് വ്യക്തമാക്കുന്ന 14 വാഴ്ത്തുമൊഴികളാണ് ഈ ലുത്തിനിയായിലുള്ളത്. ഇവയിൽ ആദ്യത്തെ 5 എണ്ണവും അവസാനത്തെ 2 എണ്ണവും മറിയത്തിൻ്റെ മാതൃത്വ പദവിയിലേക്ക് കൈ ചൂണ്ടുകയാണ്. ക്രിസ്തുവിൻ്റെ മാതാവ്, തിരുസഭയുടെ മാതാവ്, കരുണയുടെ മാതാവ്, ദൈവവരപ്രസാദത്തിൻ്റെ മാതാവ്, പ്രത്യാശയുടെ മാതാവ്, ആദ്യത്തെ 5 എണ്ണം. പിന്നെ അവസാനത്തിൽ സ്രഷ്ടാവിൻ്റെ മാതാവ്, രക്ഷകൻ്റെ മാതാവ്. അപ്പോൾ ആദ്യം മറിയത്തെ, അവളുടെ മാതൃത്വ പദവി. ഇവയ്ക്കിടയിലുള്ള എണ്ണം മറിയത്തിനുള്ള മാതാവ്, അമ്മ എന്ന നിലയിൽ മറിയത്തിൻ്റെ പുണ്യങ്ങളെയും നന്മകളെയും ദൈവം അവളിൽ പ്രവർത്തിച്ച മഹാത്ഭുതങ്ങളെയും വാഴ്ത്തുകയാണ്. ഏറ്റവും നിർമ്മലയായ മാതാവ്, അത്യന്ത വിരക്തിയായ മാതാവ്, കന്യകാത്വത്തിന് ഭംഗം വരാത്ത മാതാവ്, കളങ്കമറ്റ കന്യകയായ മാതാവ്, സ്നേഹത്തിന് ഏറ്റവും യോഗിയായ മാതാവ്, അത്ഭുതത്തിന് വിഷയമായ മാതാവ്, സതുപദേശത്തിൻ്റെ മാതാവ്. ഇങ്ങനെയാണ് ആ 14 എണ്ണം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ഗണത്തിലുള്ളത് കന്യക എന്ന നിലയിലുള്ള മറിയത്തിൻ്റെ റോളാണ്. കന്യക, മറിയത്തെ കന്യക എന്ന് വിളിക്കുന്ന 6 വാഴ്ത്തുമൊഴികളാണ് നമ്മുടെ ലുത്തിനിയായിലുള്ളത്. ആദ്യം നിത്യകന്യക എന്ന് നിത്യകന്യക എന്ന നിലയിൽ മറിയത്തിൻ്റെ മേന്മ അവതരിപ്പിക്കുന്നു. ഏറ്റവും വിവേകമതിയായ ഏറ്റവും വിവേകമതിയായ കന്യക, വണക്കത്തിന് ഏറ്റവും യോഗിയായ കന്യക, സ്തുതിക്ക് യോഗിയായ കന്യക. അത് അങ്ങനെയാണ് ഈ തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവളുടെ കന്യകാത്വത്തിൻ്റെ ഫലസിദ്ധി ആവിഷ്കരിക്കുകയാണ്. മഹാവല്ലഭയായ കന്യക, കനിവുള്ള കന്യക, ഏറ്റവും വിശ്വസ്തയായ കന്യക. ഇത് കഴിഞ്ഞ് നമ്മൾ 4ാമത്തെ ഗണത്തിലേക്ക് വരികയാണ്. 4ാമത്തെ ഗണത്തിൽ മറിയത്തെക്കുറിച്ചുള്ള പല പ്രതീകങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുണ്ട്. ആ പ്രതീകങ്ങൾ ഉപയോഗിച്ച്, തിരുവചനങ്ങൾ ഉപയോഗിച്ചിട്ട്, മറിയത്തിൻ്റെ പ്രതീകങ്ങളാണവ. ആ പ്രതീകങ്ങൾ ഉപയോഗിച്ച് 13 വാഴ്ത്തുമൊഴികൾ അല്ലെങ്കിൽ ശീർഷകങ്ങളാണ്
മറിയത്തിന് നൽകപ്പെട്ടിരിക്കുന്നത് ഈ തിരുവചന കൊന്തയിലെ ലുത്തിനിയായിൽ. നീതിയുടെ ദർപ്പണം, ദിവ്യജ്ഞാനത്തിൻ്റെ സിംഹാസനം, ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണം, ആത്മജ്ഞാനപൂരിത പാത്രം, ബഹുമാനത്തിൻ്റെ പാത്രം, അത്ഭുതകരമായ ഭക്തിയുടെ പാത്രം, ദിവ്യരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പം, ദാവീദിന്റെ കോട്ട, നിർബലനന്ദങ്ങളുള്ള കോട്ട, സ്വർണാലയം, വാഗ്ദാനത്തിന്റെ പേടകം, സ്വർഗത്തിന്റെ വാതില്, ഉഷകാല നക്ഷത്രം. ഞാനൊന്ന് ആവർത്തിക്കുകയാണ്. ഇവ ഓരോന്നിനും കുറിച്ചുള്ള തിരുവചനത്തിൽ അടിസ്ഥാനമിട്ട ധ്യാനം നമ്മൾ നടത്തിക്കഴിഞ്ഞു. തിരുവചനത്തിൽ ഇതെങ്ങനെയാണ് മറിയത്തിന് ചേരുക? തിരുവചനത്തിൽ, ബൈബിളിൽ, വേദപുസ്തകത്തിൽ. അതുകൊണ്ട് തന്നെ ഇതിനെ സഭയുടെ വെറും പാരമ്പര്യമാണ്, സഭ കണ്ടുപിടിച്ചതാണ് എന്നൊന്നും തന്നെ വ്യാഖ്യാനിച്ച് തള്ളിക്കളയാൻ കഴിയില്ല. രക്ഷാചരിത്രത്തിൽ മറിയത്തിൻ്റെ റോള് അവതരിപ്പിക്കുകയാണ് ഈ പ്രതീകങ്ങളിലൂടെ, പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പ്രതീകങ്ങളിലൂടെ. അഞ്ചാമത്തെ ഗണത്തിലുള്ളത് മറിയം സഹായിക്കുന്നവളാണ്. നമ്മെ എല്ലാവരെയും സഹായിക്കാൻ വേണ്ടിയാണ് അവളെ നമുക്ക് അമ്മയായി നൽകിയത്. ഒന്ന്, നാം അവളെ ബഹുമാനിക്കാൻ, യേശുവിൻ്റെ അമ്മയെ യേശു ബഹുമാനിച്ചതുപോലെ നമ്മൾ ബഹുമാനിക്കാൻ. രണ്ട്, ഈ യേശുവിനെ വളർത്തിക്കൊണ്ട് വരുന്നില്ലേ, ഗർഭം ധരിച്ച് പ്രസവിച്ച് മുലയൂട്ടി വളർത്തിക്കൊണ്ട് യേശുവിനെ പഠിപ്പിച്ചു കൊണ്ടുവന്ന ആ മറിയം യേശുവിനെ ചെയ്തതുപോലെ തന്നെ നമ്മളോടും ചെയ്യാൻ അവൾ സന്നദ്ധയാണ്. അങ്ങനെ നമ്മെ സഹായിക്കാൻ സന്നദ്ധയാണ് എന്നുള്ളത് കാണിക്കുന്നതാണ് ഈ മറിയം സഹായിക്കുന്നവളാണ് എന്ന കാര്യം അവതരിപ്പിക്കുന്ന 5 വാഴ്ത്തുമൊഴികൾ. അതായത് നമുക്ക് വേണ്ടി ദൈവ തിരുമുമ്പിൽ വാദിക്കുന്ന മറിയത്തെ ചിത്രീകരിക്കുന്ന 5 വാഴ്ത്തുമൊഴികൾ. രോഗികളുടെ ആരോഗ്യം, പാപികളുടെ സങ്കേതം, അഭയാർത്ഥികളുടെ അല്ലെങ്കിൽ കുടിയേറ്റക്കാരുടെ സാന്ത്വനം, പീഡിതരുടെ ആശ്വാസം, ക്രിസ്ത്യാനികളുടെ സഹായം. ഈ ക്രിസ്ത്യാനികളുടെ സഹായം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഇസ്ലാമിൻ്റെ അധിനിവേശത്തെ ഒരൊറ്റ ദിവസത്തെ ചെറുത്തുനിൽപ്പ് കൊണ്ട് തോൽപ്പിച്ചു. അത് അന്ന് എല്ലാവരും കൊന്ത ചെല്ലാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ ഒക്ടോബർ മാസം 7-ാം തീയതി ആ യുദ്ധം ജയിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഒക്ടോബർ മാസം 7-ാം തീയതി ഈ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കുന്നതും പിന്നീട് ഒക്ടോബർ മാസം മുഴുവൻ ആചരിക്കാൻ ഇടയായതും. അപ്പോൾ ക്രിസ്ത്യാനികളുടെ സഹായമേ എന്ന് നമ്മൾ പറയുമ്പോൾ ഇസ്ലാമിനെ തോൽപ്പിച്ചവളെ എന്നാണ് അതിൻ്റെ യുക്തി എന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. മറിയം ഇപ്പോഴും ആധ്യാത്മികവും ഭൗതികമായ കാരുണ്യപ്രവൃത്തികൾ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുകയാണ് ഈ വാഴ്ത്തുമൊഴികളിലൂടെ. 13 മറിയത്തിൻ്റെ റാണി പദത്തെ അവതരിപ്പിക്കുകയാണ്. ഏറ്റവും അവസാനത്തെ ഗണം അതാണ് മറിയത്തിൻ്റെ രാജ്ഞി പദം, 6ാമത്തെ ഗണം. 13 ഉണ്ട്. സ്വർഗവാസികളുടെ രാജ്ഞിയായ മറിയത്തെ ആവിഷ്കരിക്കുകയാണ് ആദ്യത്തെ 8. മാലാഖമാരുടെ രാജ്ഞി, പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി, ദീർഘദർശികളുടെ രാജ്ഞി, സ്ലീഹന്മാരുടെ രാജ്ഞി, വേദസാക്ഷികളുടെ രാജ്ഞി, വന്ദകന്മാരുടെ രാജ്ഞി, കന്യകളുടെ രാജ്ഞി, സകല വിശുദ്ധരുടെയും രാജ്ഞി. പിന്നെ രാജ്ഞി എന്ന നിലയിൽ മറിയത്തിൻ്റെ വ്യക്തിപരമായ വിശുദ്ധിക്കും വൈശിഷ്ട്യത്തിനും പിന്നെ അവളുടെ റോള്, രാജ്ഞി എന്ന നിലയിൽ അവളുടെ റോളും ചിത്രീകരിക്കുന്നവയാണ് ബാക്കി 5. അമലോത്ഭവിയായ രാജ്ഞി, സ്വർഗ സംവഹനം ചെയ്ത രാജ്ഞി, പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, കുടുംബങ്ങളുടെ രാജ്ഞി, സമാധാനത്തിൻ്റെ രാജ്ഞി. ഇതൊക്കെ നമ്മൾ എന്താണ് സമാധാനം? വെറും ശാന്തിയല്ല, ഓം ശാന്തി 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 അല്ലെങ്കിൽ സ്വസ്ഥത, അങ്ങനെയൊന്നും അല്ല സമാധാനം എന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഞാൻ സമാധാനമല്ല ഭിന്നതയാണ് കൊണ്ടുവന്നത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് അവനെ സമാധാനത്തിൻ്റെ രാജകുമാരൻ എന്ന് വിളിക്കുന്നത്? ദ പ്രിൻസ് ഓഫ് പീസ്. എന്തുകൊണ്ടാണ് മറിയത്തെ സമാധാനത്തിൻ്റെ രാജ്ഞി എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ് മറിയത്തെ രാജ്ഞി എന്ന് വിളിക്കുന്നത്? ബൈബിളിൽ തെളിവുണ്ടോ? ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഞാൻ ഈ ലുത്തിനിയെക്കുറിച്ചുള്ള നമ്മൾ ഉപസംഹരിക്കുമ്പോൾ പറയാനുള്ളത്, നിങ്ങൾ മറിയത്തെ സ്നേഹിക്കുന്നെന്ന് പറയുന്നു, ശരി തന്നെ. നിങ്ങൾ ജപമാല ചൊല്ലുന്നു, ശരി തന്നെ. പക്ഷേ മറിയത്തിന് ശത്രുക്കളായിട്ട് ഒരുപാട് പേര് നമ്മുടെ വീടുകൾ കയറി ഇറങ്ങുന്നു. നമ്മുടെ അമ്മയ്ക്കെതിരെ അപഖ്യാതി പറഞ്ഞ് നടക്കുന്ന ആളുകൾ വരുമ്പോൾ അമ്മ അങ്ങനെയല്ല, അമ്മ ഇങ്ങനെയാണെന്ന് പറയാൻ നമുക്ക് അറിവ് വേണ്ടേ? ഇല്ലേ? വിശുദ്ധ ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെക്കുറിച്ചുള്ള അജ്ഞതയാണ് എന്ന് വിശുദ്ധ ജെറോം പറഞ്ഞു. അജ്ഞനാണെങ്കിൽ, നമുക്ക് ഒരാളെ സ്നേഹമാണെങ്കിൽ അയാളെക്കുറിച്ച് അറിയണ്ടേ? ഇതുപോലെ തന്നെയാണ് ബൈബിളിൽ മറിയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അജ്ഞരാണെങ്കിൽ മറിയത്തെ സ്നേഹിക്കുന്നു എന്ന് നമ്മുടെ ഭാവം. അതുകൊണ്ട് ഞാൻ കൊന്ത ചെല്ലുന്നു, ഭക്തിയുണ്ട് എന്നൊക്കെ പറയുന്നത് പകുതി വിശ്വസിക്കാൻ പറ്റും. ശരിക്കും സ്നേഹമുണ്ടെങ്കിൽ മറിയം ആരാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. മറിയം ആരാണ് എന്ന് ബൈബിളിൻ്റെ വെളിച്ചത്തിൽ, മറിയത്തിന് വേറെ ഒരുപാട് തരത്തിൽ നമ്മൾ കാണാൻ പറ്റും, ബൈബിളിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതിനാൽ നിങ്ങൾ ഈ ലുത്തിനിയെക്കുറിച്ചുള്ള ധ്യാനത്തിലേക്ക് വീണ്ടും വീണ്ടും മടങ്ങി അത് മറ്റുള്ളവരോട് പറഞ്ഞ് നിങ്ങളുടെ ഈ ഇങ്ങനെ ചിലപ്പോൾ സമൂഹത്തിലൊക്കെ പ്രാർത്ഥന ഉണ്ടാകുമല്ലോ, അപ്പോൾ നിങ്ങൾ തിരുവചന ജപമാല ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം.
അതായത് ഒരു സാധാരണ കൊന്തം നിങ്ങൾ സാധാരണ പോലെയാണെങ്കിലും ഒരു കരിസ്മാറ്റിക് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലോ ഒക്കെ തിരുവചന ജപമാല ഉപയോഗിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് ഒരു ദിവസം ഒരു വാഴ്ത്തുമൊഴിയുടെ ധ്യാനിക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് വേണ്ടോ അല്ലെങ്കിൽ 7 മിനിറ്റ് വേണ്ടോ? അതിലൂടെ മറിയത്തെ കൂടുതൽ അറിയാൻ പറ്റും, നമ്മുടെ മക്കളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെ മറിയത്തിൻ്റെ ശത്രുക്കളുടെ എല്ലാം അവരുടെ വാദഗതിയിൽ മുനൊടിക്കാൻ മാത്രമല്ല, അവരെല്ലാവരെയും കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അപ്പോഴാണ് മറിയത്തിന് സന്തോഷം ഉണ്ടാകുക, ഈശോയ്ക്ക് സന്തോഷം ഉണ്ടാകുക. അങ്ങനെ അവർക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ നമുക്കും സന്തോഷമുണ്ടാകും, കൃപയുണ്ടാകും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.